ഈ ദുബായ് മെട്രോയിലെ ഡോർ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് മൊമെന്റിൽ ഓടിച്ചാടി തിരക്ക് പിടിച്ച് അതിലേക്ക് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്ന്, അപകടം സംഭവിക്കും. രണ്ട്, 300 ദിർഹം ഫൈനും കിട്ടും. പിന്നെ മദ്യപിച്ച് മെട്രോയിൽ കയറിയാലല്ലേ പ്രശ്നമുള്ളൂ? മദ്യവുമായി കയറിയാൽ പ്രശ്നമുണ്ടോ? രണ്ടും പ്രശ്നമാണ്. മെട്രോ യാത്രയിൽ മദ്യം കയ്യിൽ കരുതിയാൽ ഫൈൻ 500 ദിർഹമാണ്. ഇങ്ങനെ പ്രശ്നമല്ലാന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇവിടെ പ്രശ്നമാണ്, ഫൈനും കിട്ടും. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. നോൾ കാർഡ് പഞ്ച് ചെയ്യാതെ മെട്രോ യാത്ര നടത്തുക. പിന്നെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വരുന്ന സമയത്ത് മെട്രോയുടെ നോൾ കാർഡ് നമുക്ക് കാണിക്കാൻ സാധിക്കാതിരിക്കുക. RTIയുടെ അനുമതിയില്ലാതെ അനധികൃതമായി നോൾ കാർഡുകൾ വിൽപ്പന നടത്തുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 200 ദിർഹംസ് ഫൈനും വ്യാജ നോൾ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഫൈൻ 500 ദിർഹംസുമാണ്. വളരെ റിലാക്സ്ഡ് ആയി തൊട്ടപ്പുറത്തിരിക്കുന്ന സീറ്റിലൊക്കെ കാല് കയറ്റി വെച്ച് യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ 300 ദിർഹംസ് ഫൈൻ മാറ്റിവെച്ചോളൂ. പിന്നെ മെട്രോയുടെ ഷെൽട്ടറുകളിലും റെസ്ട്രിക്റ്റഡ് ഏരിയകളിലും കിടന്നുറങ്ങിയാലും ഉണ്ട് ഫൈൻ 300 ദിർഹംസ് തന്നെ. തീ പിടിക്കാനോ പൊട്ടിത്തെറിക്കാനോ ഒക്കെ സാധ്യതയുള്ള എന്തെങ്കിലും അപകടകരമായ വസ്തുക്കളുമായി മെട്രോയിൽ യാത്ര ചെയ്താൽ 1000 ദിർഹംസാണ് ഫൈൻ. മെട്രോയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് നശിപ്പിക്കുകയോ എമർജൻസി ഡോറിന് കേടുപാടുകൾ വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫൈൻ 2000 ദിർഹംസ് ആവും.